ശ്രീ ഷാബു പ്രസാദ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, നേരത്തെ സണ്ണിയം കബിക്കാട് സൂചിപ്പിക്കുന്നത് പോലെ ഇത് ഒരു സാമൂഹിക അവസ്ഥയുടെ പ്രശ്നമാണ്. മന്ത്രിയുടെ വാക്കുകൾ മാത്രവുമല്ല മന്ത്രി തന്നെ എത്രമേൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഈ കീഴ്വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ഉന്നത കുലജാതർ ആയിട്ടുള്ള ആളുകൾ മന്ത്രി പദവിയിലേക്ക് എത്തണം. താൻ അത് പലയാവർത്തി ചോദിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉന്നത കുലജാതനാണ് എന്ന് സ്വയം ധരിക്കുകയാണ്. അങ്ങനെ കേരളത്തിന്റെ പൊതുസമൂഹം ഒരാളെയും ഉന്നത കുലജാതനും കീഴ്ജാതിയിൽപ്പെട്ടവനെന്നും ഒന്നും നിർവചിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു സ്റ്റാമ്പ് അടിച്ചു നൽകിയിട്ടുമില്ല, ഒരു ചാപ്പകുത്തലും നൽകിയിട്ടുമില്ല. എന്തുകൊണ്ടാണ് കേന്ദ്രമന്ത്രി പദത്തിലിരിക്കുന്ന ഒരാൾക്ക് പോലും ഇത്തരത്തിൽ സംസാരിക്കേണ്ടി വരുന്നത്? അത്രമേൽ നമ്മുടെ സാമൂഹിക അവസ്ഥ മോശമാണ് എന്നല്ലേ ഇത് വ്യക്തമാക്കുന്നത്? നമ്മുടെ സമൂഹത്തില് ഇപ്പോഴും ജാതി ചിന്ത എന്നുള്ളത്, ആ ജാതീയത എന്നുള്ളത് ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ നാട്ടിലുള്ള കാക്കത്തൊള്ളായിരം ജാതി സംഘടനകൾ തന്നെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇവിടെ NSSല് ഇങ്ങനെ സുകുമാരൻ നായർ പറഞ്ഞൊരു പ്രസ്താവന നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ശശി തരൂർ നല്ല തറവാടി നായരാണ് എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്നത്. ഇവിടെ നിങ്ങൾക്ക് ആർക്കും അതൊരു ചർച്ചാ വിഷയമായില്ലല്ലോ. അല്ല, അതൊരു സംഘടനയുടെ ആളാണല്ലോ അയാൾ. NSS എന്ന സംഘടനയുടെ ആളാണ്. പക്ഷെ ഒരു മന്ത്രി സംഘടനയുടെയോ അദ്ദേഹം ജനിച്ച ജാതിയുടെയോ മതത്തിന്റെയോ ഒന്നും വക്താവല്ലല്ലോ. സാധാരണക്കാരായ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നു. ഇന്ത്യൻ ഭരണഘടന തൊട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സുകുമാരൻ നായർ അങ്ങനെ ഭരണഘടന തൊട്ടല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് NSSന്റെ എഴുതപ്പെട്ട ബൈലോ പ്രകാരമാണ്. ഞാനതല്ല പറഞ്ഞത്. നമ്മുടെ സമൂഹത്തിൽ ജാതി ചിന്ത, ആ ജാതീയമായ ഉച്ചനീചത്വ മനോഭാവം ഇന്നും നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ശരി. അതായത് ജാതീയത എന്നുള്ളത് ഇവിടെ ഒരു യാഥാർത്ഥ്യമാണ്, ഇപ്പോഴുമുണ്ട്. ഇവിടെ ആദ്യം നിരോധിക്കേണ്ടത്, ഇപ്പൊ നമ്മളിപ്പം ഈ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ ക്ലാസിഫൈഡ്സ് ഒന്ന് തുറന്നു നോക്കിയാൽ, വിവാഹ പരസ്യങ്ങൾ വരുന്ന ആ പേജ് ഒന്ന് തുറന്നു നോക്കിയാൽ തന്നെ മനസ്സിലാകും എത്രമാത്രം പുഴുത്ത ജാതി ചിന്തയാണ്, ജാതീയതയാണ് ഈ പ്രബുദ്ധ കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന് ഒന്ന് നമ്മൾ ക്ലാസിഫൈഡ്സ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അല്ല, അവിടെ വ്യത്യാസമില്ലേ? അതിൽ വ്യത്യാസമില്ലേ ശ്രീ ഷാബു പ്രസാദ്? അതായത് നമ്മുടെ ഞാൻ ഇടപെടുന്നത്, അതായത് ഇന്ത്യൻ ഭരണഘടന, അതുകൊണ്ടല്ല ശ്രീ ഷാബു പ്രസാദ്, അതായത് നമുക്ക് ജാതീയമായ മതപരമായ വിശ്വാസങ്ങളൊക്കെ തുടരാൻ അധികാരമുള്ള ഒരു രാജ്യം കൂടിയാണല്ലോ. അങ്ങനെയാണോ മന്ത്രിയെ കാണേണ്ടത്? യെസ്, അദ്ദേഹം ഇപ്പോൾ ശ്രീ സണ്ണി കബിക്കാട്, അതായത്